ഈ ഇന്ത്യയെ ഇല്ലാതാക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഇപ്പോൾ ആ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഏറ്റവും അവസാനം വരുന്നത് മന്ത്രിമാർക്ക് പോലും, പാകിസ്ഥാനിലെ മന്ത്രിമാർക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയായി. ജനങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. ഈ തക്കാളിയും കല്ലെല്ലാം വാരിയെറിഞ്ഞ് മന്ത്രിമാരെ ഓടിക്കുകയാണ്. ഒരു ഭാഗത്ത് അജ്ഞാതൻ്റെ ശല്യം, മറുഭാഗത്ത് ജനങ്ങളുടെ ശല്യം. പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താണ്? പാകിസ്ഥാൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഒരു ബനാന റിപ്പബ്ലിക് പോലെ ആയിരിക്കുക. സാമ്പത്തികമായിട്ട് തകർന്നു. ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം ഇവരെ തഴഞ്ഞു. ഇപ്പോൾ ബംഗ്ലാദേശ് മാത്രമുണ്ട് അതിൻ്റെ വാലയെ ചുറ്റി നടക്കാൻ വേണ്ടിയിട്ട്. ഏത് രാജ്യത്തെ നശിപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചോ ആ രാജ്യം മാത്രം ഇന്ന് പിടിവള്ളിയായിട്ട് പാകിസ്ഥാനെ കാണുന്നുണ്ട്. ബാക്കി എല്ലാവരും തഴഞ്ഞു. സീരിയസ് ആയിട്ടുള്ളൊരു രാജ്യമായിട്ട് ഒരാണവ ശക്തിയായിട്ട് പോലും ആരും കരുതുന്നില്ല. കാരണം ആണവശക്തി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ബോംബ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അത് മെയിൻറ്റെയിൻ ചെയ്യാനും അത് വിക്ഷേപിക്കണമെങ്കിൽ വിക്ഷേപിക്കാനും പണം ആവശ്യമുണ്ട്. അതിനൊക്കെ ഉപകരണങ്ങൾ വേണം, വിമാനങ്ങൾ വേണം. അതൊന്നുമില്ല. ഇല്ലാത്ത ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ പരിണമിച്ചു കഴിഞ്ഞു. അസ്വസ്ഥതയാണ് എങ്ങും. കൃഷിക്കാരുടെ ഇടയിലുണ്ട്, പട്ടാളക്കാർക്കിടയിലുണ്ട്, ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട്, പൊതുജനങ്ങൾക്കിടയിലുണ്ട്. ബലൂചിസ്ഥാൻ പ്രവിശ്യ മുഴുവൻ അസ്വസ്ഥബാധിത പ്രദേശം. അപ്പോൾ ഏറ്റവും പാവപ്പെട്ട ആൾക്കാരെ, പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ സമ്പന്നത ഉള്ള സ്ഥലമെന്ന് പറയുന്നത് ബലൂചിസ്ഥാൻ. സമ്പന്നത എന്ന് പറഞ്ഞാൽ ധാതു രൂപത്തിൽ അതുപയോഗിച്ച്, അതാണ് പാകിസ്ഥാൻ്റെ ആകപ്പാടെ ഉള്ള ഒരു സ്രോതസ്സ്, വരുമാന സ്രോതസ്സ്. അല്ലെങ്കിൽ പിന്നെ കഴുതകളെ കയറ്റി അയക്കുന്നതിലൂടെയാണ് വരുമാനം. ഏറ്റവും കൂടുതൽ അവർ എക്സ്പോർട്ട് നടത്തുന്നത് രണ്ട് കാര്യങ്ങളോ, ഒന്ന് ഭീകരവാദം, രണ്ട് കഴുതകൾ. ആദ്യം ഭീകരവാദം. അപ്പോൾ അതിൻ്റെ ഭീകരവാദത്തിൻ്റെ ദശയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പാകിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ ഒരു ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. തേരേക്ക് താലിബാൻ എന്നും പറഞ്ഞ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന് കടുത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിർത്തി തർക്കവുമുണ്ട് പാകിസ്ഥാൻ. ചൈന ആൾ വെതർ ഫ്രണ്ടായിരുന്നു. കാര്യം ശരിയാണ്. അവരുടെ കാര്യമെന്ന് പറഞ്ഞാൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്നുള്ളതാണ്. അപ്പോൾ ആ ബലൂചിസ്ഥാനിൽ കൂടെ അത് പോകേണ്ടത്. അവിടെ അവരുടെ ആൾക്കാരെ കൊല്ലും വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിരിക്കുക. വളരെ ചില ടെക്നോക്രാറ്റ്സിനെയൊക്കെ അവിടെ കൊന്നും കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വലിയ മുതലാവുന്ന ഒരു പരിപാടിയല്ല ഇത്, ജീവൻ പോകുന്ന പരിപാടിയാണെന്നൊരു തിരിച്ചറിവ് ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. എന്ന് മാത്രമല്ല, റഷ്യയുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചതോടെ പാകിസ്ഥാൻ ഒരു വലിയ സ്ട്രാറ്റജിക് പാർട്ട്ണർ അല്ലെങ്കിൽ തന്ത്രപരമായ പങ്കാളി അല്ലാതായി മാറിക്കഴിഞ്ഞു. ചൈനയെ സംബന്ധിച്ച് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അവർ റഷ്യയാണ് വലിയ പങ്കാളിയായിട്ട് കണക്കാക്കുന്നത്. ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് വാറിലുമൊക്കെ അതാണ് സാധ്യമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ പാകിസ്ഥാനിലെ സിന്ധു പ്രവിശ്യ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സൈന്ധവ സംസ്കാരം, ഹിന്ദു സംസ്കാരം ആവിർഭവിച്ച സ്ഥലമാണത്. ആ സ്ഥലമാണ് 19 വയസ്സുകാരനായ ഒരു മുസ്ലിം അതിക്രമി അധിനിവേശക്കാരൻ വന്ന് കീഴടക്കി. അതോടുകൂടി ഈ ഭൂഖണ്ഡത്തിൻ്റെ സംസ്കാരമാകെ താറുമാറാക്കിയത്. അതുവരെ പശുക്കളെ വളർത്തി സമാധാന പാലനം മാത്രമായിട്ട് കഴിഞ്ഞിരുന്ന ഒരു ജനത അക്രമങ്ങളിലേക്കും യുദ്ധങ്ങളിലേക്കും ഒക്കെ നീണ്ട യുദ്ധങ്ങളിലേക്കും പിടിച്ചടക്കലുകളിലേക്കും ഇങ്ങോട്ടുള്ള അധിനിവേശങ്ങളിലേക്കും ഒക്കെ കലശിച്ചത് ആ സിന്ധു പ്രവിശ്യയിൽ നിന്നാണ്. സംസ്കാരത്തിൻ്റെ കളിത്തോട്ടിലിനെ നശിപ്പിച്ച് ഇല്ലാതാക്കി വിദേശ ആക്രമണം. ആ സ്ഥലത്താണ് ഇന്നിപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു മന്ത്രിക്ക് കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തെ എറിഞ്ഞത് തക്കാളിയും അതുപോലെ തന്നെ ഉള്ളിയുമൊക്കെ എറിഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങൾക്ക് ഇപ്പോൾ പാകിസ്ഥാനിൽ വില കിട്ടുന്നില്ല. അതിൻ്റെ കൃഷി തന്നെ നശിച്ചിരിക്കുന്ന ഒരു വശത്ത്, വില കിട്ടുന്നില്ല മറുവശത്ത്. ബാക്കി എല്ലാ സാധനങ്ങൾക്കും വലിയ വിലയാണ്. വൻതോതിൽ ഇവിടെ കൃഷി ചെയ്ത് കുന്നുകൂട്ടിയിരിക്കുക. മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഇത് വാങ്ങാൻ ആളില്ല. വാങ്ങണമെങ്കിൽ പണം വേണ്ടേ? അതില്ല. ബൈയിങ് പവർ എന്ന് പറയുന്നത് ഇല്ല പാകിസ്ഥാനിലെ പൊതുജനങ്ങൾക്ക്. ഭരണാധികാരി കയറ്റുമതികളും ഇപ്പോൾ സാധ്യമല്ലേ? കയറ്റുമതി ഒന്നും നടക്കുന്നില്ല. അതാണ് വലിയൊരു പ്രശ്നം. എങ്ങോട്ട് കയറ്റി അയക്കാനാ? പല രാജ്യങ്ങളുമായിട്ട്, ഇന്ത്യക്ക് പല രാജ്യങ്ങളുമായിട്ട് സമഗ്ര വ്യാപാര പങ്കാളിത്തമുണ്ട്. അബുദാബിയുമായിട്ടുണ്ട്, അബുദാബി അല്ല UAE ആയിട്ടുണ്ട്. ഇപ്പോൾ സൗദിയിലേക്ക് പോവുകയാണ് പ്രധാനമന്ത്രി. അവരുമായിട്ട് തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തവുമുണ്ട്, വ്യാപാര പങ്കാളിത്തവും ആവാൻ പോവുക. ഇപ്പോൾ അമേരിക്ക ട്രേഡ് വാർ പ്രഖ്യാപിച്ചതിനിടയ്ക്ക് അമേരിക്കയുമായിട്ട് സമഗ്ര വ്യാപാര കരാറിലേക്ക് പോവുകയാണ്. ഫ്രാൻസുമായിട്ടുണ്ട്, അങ്ങനെ ബ്രിട്ടനുമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ആ പ്രശ്നങ്ങളില്ല. ഇന്ത്യ അതിലാണ് ശ്രദ്ധിച്ചത്. അല്ലാതെ ഈ ഭീകരവാദത്തെ വളർത്താൻ വേണ്ടിയല്ല ശ്രദ്ധിച്ചത്. ഇവർക്ക് അങ്ങനെയുള്ള സമഗ്രമായിട്ടുള്ള കരാർ ഏതെങ്കിലും രാജ്യമായിട്ട് ഇപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അറിവ്. അപ്പോൾ അങ്ങനെ കയറ്റുമതിയില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ടുണ്ട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് മാത്രമാണ് ഇവർ പിടിച്ചു നിൽക്കുന്നത്. അത് നേരത്തെ ഉള്ളതാണ്. പുതുതായിട്ടുള്ള സമഗ്ര കരാറുകളിലൊന്നും ഒപ്പിട്ടതായിട്ട് നമ്മൾക്ക് വാർത്തകൾ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പിടിച്ചു നിൽക്കാൻ ഒരു രാജ്യത്തിന് കഴിയില്ല കാലത്തും.
അവർ സാമ്പത്തികമായിട്ടുള്ള നയങ്ങൾ ഇന്ത്യയെ പോലെ പ്രധാനമന്ത്രി ശരിക്കും മൻമോഹൻ സിംഗ് മുതൽ ആവിഷ്കരിച്ച പദ്ധതികളൊന്നും അവിടെ ആവിഷ്കരിച്ചിട്ടില്ല. ഇന്ത്യ ഇതേ അവസ്ഥയിലായിരുന്നതിന് മൻമോഹൻ സിംഗും അതിനു മുമ്പ് നരസിംഹറാവും അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതൊക്കെ ആവിഷ്കരിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി അത് തന്നെ ആയിനി. CPM പറയുന്ന പാതയിലൂടെ പോയിരുന്നെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ പാകിസ്ഥാനെ പോലെ ആയിനി. ഉറപ്പായിരുന്നു അത്. പ്രധാനമന്ത്രി ഇങ്ങനെ 3 അവതാരങ്ങൾ വന്നുകൊണ്ടാണ് ഇന്ത്യ രക്ഷപ്പെട്ടത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കോൺഗ്രസ് ഇതിൻ്റെ കൂടെ അഴിമതി നടത്തി. അതിൻ്റെ അനുഭവമാണിപ്പോൾ അവർക്കുണ്ടാകുന്നത്. ഈ അഴിമതി വന്നപ്പോൾ CPM കൂടി MA ബേബി പോളിറ്റ് ബ്യൂറോയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടി അവരെ സഹായിക്കാൻ ഇപ്പോൾ അഴിമതിയുടെ കാര്യത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ തകർച്ച ഇതാണല്ലോ, ഈ അഴിമതിയാണല്ലോ. വലിയ രീതിയിൽ അഴിമതി ഉണ്ടായതിന് പിന്നാലെയല്ലേ ആ രാജ്യം ഇത്രയും സാമ്പത്തികമായി തകർന്നിരിക്കുന്നത്. പൊളിറ്റിക്കൽ ലെവലിൽ ഇപ്പോഴും വൻതോതിൽ ഭരണകൂടത്തിൻ്റെ തലത്തിൽ വൻതോതിലുള്ള അഴിമതി നടത്തുന്നുണ്ട്. അഴിമതി കയ്യും കണക്കും ആരും ചോദ്യം ചെയ്യാനില്ല. പ്രതിപക്ഷമില്ല. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇമ്രാൻഖാനാണ്. ഇമ്രാൻഖാൻ അദ്ദേഹം ജയിലിലാണ്. അദ്ദേഹത്തിന് എല്ലാ രാഷ്ട്രീയ രംഗത്തും നിരോധനമാണ്. പ്രവർത്തിക്കാൻ പറയാനൊരു പ്രതിപക്ഷ നേതാവ് വേണ്ടേ? അതൊരു വോയിസ് ആയിരുന്നു ഇമ്രാൻഖാൻ. അദ്ദേഹത്തിൻ്റെ നാവടച്ചു. അപ്പോൾ തിരുവായിക്ക് എതിർവായില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ കട്ടുമുടിക്കുക, പരമാവധി കൂട്ടുക, ഏത് നിമിഷവും പട്ടാളം കയറി രാജ്യം പിടിച്ചെടുക്കുക. ആ സമയത്ത് പരമാവധി സ്വർണവും പണവുമായിട്ട് വിദേശത്തേക്ക് പോയി. ഇതാണ് ഇവരുടെ നയം. എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു അട്ടിമറി വരുമ്പോഴത്തേക്ക് വിദേശത്തേക്ക് സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ഖത്തറിലോ പോയി സുഖമായിട്ട് കഴിയാനുള്ള പണം സമ്പാദിച്ച് വെച്ച് അതുകൊണ്ട് പോവുക. അതുതന്നെയാണ് അവർക്ക് മുമ്പ് ചെയ്യാനുള്ളത്. അതിന് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള കരുതൽ ധനം എല്ലാവരും സ്വീകരിക്കുന്നു. രാജ്യത്തിന് കരുതൽ ധനം ഇല്ലാതായി തീർന്നിരിക്കുന്നു. ഈ കരുതൽ ധനം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു രാജ്യവും ഇവരുമായിട്ട് സാമ്പത്തിക കരാറിൽ വരാത്തത്. എന്ത് കാര്യത്തിനാണ്? അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അതോടൊപ്പം തന്നെ ഈ ബലൂചിസ്ഥാൻ അടക്കമുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും ഈ സംഭവങ്ങൾക്ക് ഒരു കാരണമാകുന്നുണ്ടോ? ആ ബലൂചിസ്ഥാൻ വലിയ പ്രശ്നമാണ്. ബലൂചിസ്ഥാനിൽ അവരുടെ പട്ടാളത്തെ നിലനിർത്താൻ വൻതോതിൽ പണം ചിലവാകുന്നുണ്ട്. ഭീകരവാദത്തെ നേരിടാൻ വൻതോതിൽ പണം വേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പണം ചിലവാകുമ്പോൾ യാതൊരു തരമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റും ആ രാജ്യത്തില്ല. അതാണ് പ്രശ്നം. ഇന്ത്യയിൽ നിന്നുള്ള സമ്പത്തുള്ള സമ്പന്നരായ മുസ്ലിങ്ങളെല്ലാം അവിടെ പോയത്. അത് പോരാഞ്ഞിട്ട് അവർക്ക് നഷ്ടപരിഹാരം എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ നിന്ന് വമ്പിച്ച തോതിൽ പണവും പണ്ടവും സ്വർണവും ഒക്കെ ആ നാട്ടിലേക്ക് കൊടുത്തതാണ്. ഇന്ത്യയേക്കാൾ സമ്പന്നമാവേണ്ട രാജ്യമാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ. ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് ഈ പറയുന്ന സിന്ധ് പ്രവിശ്യയിൽ നിന്ന് അവിടുത്തെ പഞ്ചാബിൽ നിന്ന് ഒക്കെ ധാരാളമായിട്ട് വിഭജനത്തെ തുടർന്ന ആൾക്കാർ വന്നു. അവർ കയ്യിലൊരു കുന്തവുമില്ലാതെ ജീവനും കൊണ്ടിങ്ങ് പോരുമായിരുന്നു. പലർക്കും ജീവൻ പോലും നഷ്ടപ്പെട്ടു. അവർക്കൊന്നും ഒരു 5 പൈസ പാകിസ്ഥാൻ കൊടുത്തു വിട്ടിട്ടില്ല. അതിനുശേഷവും അവരുടെ ധനം, അവിടെയുള്ള ധനത്തിന് പരിഹാരം എന്നുള്ള നിലയിൽ സ്വത്തുമൊക്കെ ഉണ്ടാവുമല്ലോ, സ്ഥാപരമായിട്ടുള്ള സ്വത്തുകളുണ്ടാവുമല്ലോ, ജംഗമമായിട്ടുള്ളതും കളഞ്ഞിട്ടാണ് അവർ പോകുന്നത്. ബാങ്ക് ഡെപ്പോസിറ്റുകൾ വരെ. അതുകൊണ്ട് പാകിസ്ഥാൻ ഗവർണർ എടുക്കുക, അല്ലാതെ 5 പൈസ ഇന്ത്യക്ക് തന്നിട്ടില്ല. എൻ്റെ പേരിൽ അവർ അഭയാർത്ഥികളായിട്ടാണ് വന്നത് ഇന്ത്യയിലേക്ക്. മനസ്സിലായോ? അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയൊരു സമ്പന്നരായിട്ടാണ് പോയത്. അതിനു പുറമെ ഇന്ത്യ ഗവൺമെൻറ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഗവൺമെൻറ് മഹാത്മാഗാന്ധി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് വലിയൊരു തുക, അന്നത്തെ കണക്കിൽ കോടികളുള്ള തുക പാകിസ്ഥാന് നൽകി. പ്രധാനമന്ത്രി ലിയാഖത്ത് ഖാൻ എന്ന് നൽകുകയുണ്ടായി. പട്ടിണി രാജ്യമായിട്ടുള്ള ഇന്ത്യ എന്ന് കൊടുത്തു. ആ സൗഹാർദ്ദം, ആ സനാതനധർമ്മ സംസ്കാരം ഇന്ത്യ കാണിച്ചു. അവരൊരിക്കലും കാണിച്ചിട്ടില്ല. അത് നമ്മൾ ഓർക്കണം. ആ രാജ്യമാണ് ഇന്ന് പട്ടിണിയുടെ പതിവാർട്ടിക്കൽ എത്തി നിൽക്കുകയും ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറി നിൽക്കുന്നത്. ഇതൊരു കാവ്യനീതി എന്ന് മാത്രമേ നമുക്ക് പറയാം.